നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഒരു ഭാഗത്ത് സമാധാന ചർച്ച, മറുഭാഗത്ത് യുദ്ധസന്നാഹം. ഇറാനുമായുള്ള വിഷയത്തിൽ അമേരിക്ക കൈവിട്ട കളിക്കൊരുങ്ങുന്നു. അങ്ങനെ തന്നെയാണെന്നാണ് പശ്ചിമേഷ്യയിലേക്ക് കടലിലൂടെയും ആകാശത്തിലൂടെയും എത്തുന്ന അമേരിക്കൻ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും നൽകുന്ന സന്ദേശവും. 2003 ഇറാഖ് യുദ്ധത്തിന് എത്തിച്ചതിലും വലിയ വ്യോമസേനാ വിന്യാസം. 8 വർഷം നീണ്ടുനിന്ന ഇറാഖ് യുദ്ധത്തേക്കാൾ ദീർഘമായ യുദ്ധത്തിനാണ് അമേരിക്കൻ പടപ്പുറപ്പാടെന്നാണ് റിപ്പോർട്ട്. റഷ്യയും ഇറാനും സംയുക്ത നാവികാഭ്യാസം തുടരുന്നതിനിടെയാണ് അമേരിക്കൻ സൈന്യം ഇവിടെ തമ്പടിക്കുന്നത്. ഡസൻ കണക്കിന് ഇന്ധന ടാങ്കർ വിമാനങ്ങളാണ് അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയച്ചത്. 50ലധികം യുദ്ധവിമാനങ്ങൾ ഇവിടെയുണ്ട്. ഇതിനു പുറമെ A-35, A-22, A-16 വിഭാഗത്തിൽപ്പെട്ട ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ യൂറോപ്പ് വഴി എത്തിക്കൊണ്ടിരിക്കുന്നു. ഡിസ്ട്രോയറുകളും ക്രൂയിസുകളും മുങ്ങിക്കപ്പലുകളും ഉൾപ്പെടുന്ന 2 വമ്പൻ വിമാനവാഹിനി കപ്പലുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. 80 യുദ്ധവിമാനങ്ങളുള്ള USS എബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്തുനിന്ന് 700 കിലോമീറ്റർ അകലെയുണ്ട്. കഴിഞ്ഞ വർഷം ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിച്ച B-2 ബോംബർ വിമാനങ്ങളും മറ്റ് ദീർഘദൂര ബോംബർ വിമാനങ്ങളും അതീവ ജാഗ്രതയിലാണ്. പശ്ചിമേഷ്യയും ഗൾഫ് രാജ്യങ്ങളും പ്രതിസന്ധിയിൽ തന്നെ. അതേസമയം ട്രംപിന്റെ യുദ്ധനീക്കത്തിന് തടയിടാനുള്ള ശ്രമങ്ങളാണ് ലോകരാജ്യങ്ങൾ നടത്തുന്നത്. എന്നാൽ ട്രംപിന്റെ ഒറ്റബുദ്ധി കൊണ്ട് ഈ രാജ്യങ്ങൾ നയതന്ത്ര പ്രതിസന്ധിയിലേക്കും നീങ്ങുന്നു. ഇറാനെതിരായ ആക്രമണത്തിന് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കിയതോടെ ലണ്ടനും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്ര പോരിലേക്ക് നീങ്ങുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന ബ്രിട്ടൻ തള്ളിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലയുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ആക്രമണത്തിന് ഗ്ലൗസസ്റ്റർഷെയറിലെ RAF ഫെയർഫോർഡ്, കടൽ കടന്നുള്ള ഡീഗോ ഗാഷ്യ എന്നീ താവളങ്ങൾ ഉപയോഗിക്കാനാണ് ട്രംപ് അനുമതി തേടിയത്. എന്നാൽ മുൻകൂർ ആക്രമണത്തിന് താവളങ്ങൾ വിട്ടുനൽകുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് ബ്രിട്ടീഷ് അറ്റോർണി ജനറൽ ലോർഡ് ഹെർമർ മുന്നറിയിപ്പ് നൽകി. ഇതോടെയാണ് സ്റ്റാർമർ നോ പറഞ്ഞത്. ബ്രിട്ടന്റെ ഈ നിലപാടിന് പിന്നാലെ ചാഗോസ് ദ്വീപസമൂഹം മൗറീഷ്യസിന് വിട്ടുനൽകാനുള്ള സ്റ്റാർമർ സർക്കാരിന്റെ നീക്കത്തിനുള്ള പിന്തുണ ട്രംപ് പിൻവലിച്ചു. ഇത് ബ്രിട്ടീഷ് സർക്കാരിന് വലിയ തിരിച്ചടിയായി. ഇറാനുമായുള്ള പുതിയ ആണവ കരാറിന് ട്രംപ് നൽകിയ 10 ദിവസത്തെ സമയപരിധി അവസാനിക്കാനിരിക്കെ മധ്യപൂർവേഷ്യയിൽ യുദ്ധഭീതി പുകയുക തന്നെയാണ്. അമേരിക്ക 2 വിമാനവാഹിനി കപ്പലുകളെ മേഖലയിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞു. ആക്രമണത്തിന് താവളം നൽകില്ലെന്ന് പറയുമ്പോഴും തിരിച്ചടിയുണ്ടായാൽ നേരിടാൻ ഖത്തറിലും സൈപ്രസിലും ബ്രിട്ടൻ തങ്ങളുടെ ടൈഫൂൺ F-35 യുദ്ധവിമാനങ്ങളെ സജ്ജമാക്കി നിർത്തി. ആണവ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അർത്ഥവത്തായ ഒരു കരാറിലെത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും, അദ്ദേഹം പറയുന്നു. ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം വൻതോതിൽ വിമാനവാഹിനികളും യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ എന്നിവയാകാം അമേരിക്കയുടെ ലക്ഷ്യം. അതേസമയം മേഖലയിൽ അമേരിക്കൻ സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ തങ്ങളുടെ പ്രധാന ആണവ നിലയങ്ങളെ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് ഭൂഗർഭ ബങ്കറുകളിലാക്കി മാറ്റാൻ ഇറാൻ തീവ്ര ശ്രമം നടത്തുന്നതായി റിപ്പോർട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ അതിന്റെ വിശകലനത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഈ നിരീക്ഷണ സംഘടന പുറത്തുവിട്ട ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ ഇറാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈറ്റുകൾ സംരക്ഷിക്കുന്നതിനായി നടത്തുന്ന ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നു. നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും ഇറാന്റെ ആണവ അഭിലാഷങ്ങളെക്കുറിച്ച് ഈ നീക്കം പുതിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്കുകിഴക്കായി പെർച്ചിൻ മിലിറ്ററി കോംപ്ലക്സിനുള്ളിലെ തലേഖാൻ 2 സൗകര്യത്തിൽ ഫെബ്രുവരി 13 ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം പ്രധാന ഘടനയ്ക്ക് ചുറ്റും കോൺക്രീറ്റ് കവചം പൂർത്തിയായതായി കാണിക്കുന്നു. ഇതിനു മുകളിലായി ഇപ്പോൾ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. വ്യോമാക്രമണങ്ങളിൽ നിന്ന് കാര്യമായ സംരക്ഷണം നൽകുന്ന തരത്തിൽ ഈ കേന്ദ്രം ഉടൻ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ബങ്കറായി മാറുമെന്ന് ICIS പ്രസിഡന്റ് ഡേവിഡ് ആൽബ്രൈറ്റ് മുന്നറിയിപ്പ് നൽകി. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വലിയ തോതിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെടുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. യുദ്ധം തുടങ്ങിയാൽ അത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതായി US ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസി ആക്സിയോസും റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളി വാർത്ത പ്ലസ്
like, share and subscribe.